ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വളരെ രുചികരവും വ്യത്യസ്തവുമായ പഴംപൊരിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പുറത്ത് വളരെ ക്രിസ്പിയായതും ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയതുമായ ഒരു അടിപൊളി പഴംപൊരിയാണിത്. പാചകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പഴംപൊരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കോട്ടിമലയിൽ നിന്നുള്ള നേന്ത്രപ്പഴമാണ് ഈ പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത്. അടുത്തതായി ഈ പഴത്തിൻ്റെ തൊലി കളഞ്ഞ് വീഡിയോയിൽ കാണുന്നത് പോലെ 6 കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പഴംപൊരി തയ്യാറാക്കാൻ ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. ഒരു ബോളിലേക്ക് 1/2 കപ്പ് മൈദ ഇടുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക. ഇനി 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ബ്രൗൺ ഷുഗറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർക്കുക. പഴംപൊരിക്ക് നല്ല മഞ്ഞ നിറം ലഭിക്കാനാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് പൗഡർ ചേർക്കുക. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഏലക്കാപ്പൊടി ചേർക്കുക. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് സോഡാ വെള്ളമാണ്. കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് സോഡാ വെള്ളം ചേർത്ത് ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്യുക. ഏകദേശം 150 ml സോഡാ വെള്ളമാണ് ഈ ബാറ്റർ മിക്സ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പഴംപൊരിക്കായുള്ള ബാറ്റർ തയ്യാറായിരിക്കുകയാണ്. അടുത്തതായി ഒരു പാത്രത്തിൽ പഴംപൊരി ഉണ്ടാക്കാൻ ആവശ്യമായ എണ്ണ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇനിയൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന പഴത്തെ നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കുക. പഴത്തിൻ്റെ ഈർപ്പം മാറ്റി നല്ലവണ്ണം ബാറ്റർ പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കോട്ട് ചെയ്ത ഓരോ പഴ കഷ്ണങ്ങളെയും ബാറ്ററിൽ മുക്കി വീഡിയോയിൽ കാണുന്നത് പോലെ ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഒരു ഭാഗം മൊരിഞ്ഞു കഴിയുമ്പോൾ പഴംപൊരി മറിച്ചിട്ട് ഇരുവശവും നന്നായി പൊരിച്ചെടുക്കുക.
പഴംപൊരി നന്നായി മുരിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. അങ്ങനെ നമ്മുടെ പഴംപൊരി തയ്യാറായിരിക്കുകയാണ്. നമുക്ക് കാണാം പുറം വശം ക്രിസ്പി ആയതും എന്നാൽ വളരെ സോഫ്റ്റായ ഉൾവശവുമുള്ള സ്വാദിഷ്ടമായ പഴംപൊരിയാണിത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് Rockingrob.